കലോത്സവ വേദികളിലെ ഇഷ്ട ഇനമാണ് മിമിക്രി എന്നുള്ളത്. ആ മിമിക്രിക്ക് അത് കാണുവാനും ആസ്വദിക്കുവാനും നിരവധിയായിട്ടുള്ള ആളുകളാണ് ആ മിമിക്രി മത്സരം നടക്കുന്ന വേദിയിലേക്ക് എത്താറുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡോട് 1ാം സ്ഥാനം നേടിയ ഗൗതം കൃഷ്ണ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത്തവണയും ഗൗതം വളരെ അവിസ്മരണീയമായ ഒരു പ്രകടനം കൊണ്ട് വേദി ആകെ പൊട്ടിച്ചിരിപ്പിച്ച ഗൗതം ആണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. ഗൗതം, ഇതെങ്ങനെയാണ് ഈ മിമിക്രി രംഗത്തേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം പഠിക്കുന്ന ഒരു സാധ്യത? ഞാൻ വന്നതെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ സമയത്ത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അത് കണ്ട് ഇൻസ്പയർ ആയതാണ്. ബീറ്റ് ബോക്സിംഗ് എന്നുള്ള ഒരു കല ഇൻസ്പയർ ആയി. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ പഠിച്ചു വന്നതാണ് ബീറ്റ് ബോക്സിങ്. എന്നിട്ട് ഇനി കലോത്സവത്തിൽ പോയി സ്കൂളിൽ നിന്ന് ടീച്ചർമാരെ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചു 8ാം ക്ലാസ്സിൽ വെച്ച്. അതിൽ പിന്നെ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ +2 വരെ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ തവണ എ ഗ്രേഡോട് 1ാം സ്ഥാനം നേടി അല്ലേ? കഴിഞ്ഞ തവണ ഒന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഏതായാലും പുതിയ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി കൊണ്ടുവന്നതാണ്? ഞാൻ കൂടുതലും സിനിമകളുടെ BGM ആണ് നോക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയ വേറെ സിനിമകളിലെ BGM മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് അവതരിപ്പിച്ചതിൽ ഏറ്റവും ഗൗരവത്തിൻ്റെ തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 1-2? എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പോൾ ചെയ്താലും ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ആടിറ്റുനകത്ത് സർബത്ത് ഷമീർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എൻട്രി വരുമ്പോൾ ഒരു BGM ഉണ്ട്. അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്. വേറെ എനിക്കൊന്ന് ഭീഷ്മോർവയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഇതാണ് ഹൈലൈറ്റ്. ഗൗരവത്തിൻ്റെ സ്വദേശം എവിടെയാണ്? വീട്ടിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് വീട്ടിലുള്ളത് അതിനെക്കുറിച്ചൊന്നും? എൻ്റെ നാട് വെച്ചാൽ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇടുക്കിയിൽ തൊടുപുഴ കഴിഞ്ഞിട്ട് വണ്ണപ്പുറം ചെറുപ്പത്തൊട്ടി എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അവിടെയാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിമാർ, വല്യമ്മ, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ അവരുടെ ഒരു കുട്ടി. ഇത് തികച്ചും ഈ യൂട്യൂബ് തന്നെ നോക്കി അങ്ങനെ പഠിക്കുമായിരുന്നോ? അതോ വേറൊരു പരിശീലനം ഒന്നും ലഭിച്ചിട്ടില്ല? 8ാം ക്ലാസ് ഇല്ല, ഞാൻ മൊത്തം യൂട്യൂബിൽ നോക്കി പഠിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്ര ആക്കി എടുത്തതാണ്. ഈ കഴിഞ്ഞ തവണ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണ എന്തെങ്കിലും മത്സരത്തിൽ കൂടുതൽ ഒരു കടുപ്പുമുറ മത്സരം അങ്ങനെ വല്ലതും? ചെറുതായിട്ടൊരു ടൈറ്റ് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം, എന്താണെന്ന് അറിയത്തില്ല. ഇത്തവണയും പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷയുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇത്തവണയും 1ാം സ്ഥാനം തന്നെ നേടാൻ കഴിയട്ടെ. എന്തായാലും ഗൗതം ഇന്ന് മത്സരവേദിയിൽ, അതായത് ഈ മിമിക്രി വേദി കീഴടക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനം നേടിയതാണ് ഗൗതം എ ഗ്രേഡോടുകൂടി. ഇത്തവണയും അതേ ഒരു ആവേശത്തോടുകൂടി തന്നെയാണ് ഇത്തവണയും ഗൗതം എത്തിയിരിക്കുന്നത്. അത് കുട്ടിക്കാലം മുതൽ ഇത്തരത്തിലേക്ക് മിമിക്രിയിലേക്ക് വരുന്നു. അതിനുശേഷം യൂട്യൂബ് നോക്കി സ്വന്തമായി പഠിച്ചുകൊണ്ട് ഈ മിമിക്രി വേദിയാകെ കീഴടക്കുകയാണ് ഗൗതം കൃഷ്ണ എന്ന ഇടുക്കിക്കാരൻ. കലോത്സവ വേദിയിൽ നിന്നും മനോജ് പേരാമ്പ്രയ്ക്കും അജയ്നാഥ്, അമൃത ന്യൂസ്.